എല്ലാവർക്കും ബ്രൂത്ത കാർടെക് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടില്ലേ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ കാർബറേറ്റർ വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, നല്ല സുഖമായിട്ട് തിരിക്കാം. അത് ചെറിയ സ്റ്റിയറിംഗ് ഇട്ടിട്ട് ഒരു കൈ കൊണ്ട് തിരിക്കാം. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണ വിശദമായിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യുന്നതാണ്. അതായത് കാർബറേറ്റർ വണ്ടിയാണ്. എന്തായാലും 2000 അങ്ങനെ കാർബറേറ്റർ വണ്ടിയാണ്. 2000 കാർബറേറ്റർ വണ്ടിക്ക് എങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണത് എന്നുള്ളത് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ വേണ്ട ഐറ്റംസൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൊഡ്യൂളും പവർ സ്റ്റിയറിംഗ് കോളവുമാണ്. അതുണ്ട്. പിന്നെ കുറച്ച് വയർ വേണം, നല്ല ഗേജുള്ള കുറച്ച് വയറുകൾ വേണം. പിന്നെ നമ്മൾ ഒരു 30 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള കാരിയറും അതിൻ്റെ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു മീറ്റർ വേണം. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു മീറ്റർ സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇതിൻ്റെ ഇവിടെ എഴുതിയുണ്ട് RSW എന്ന് ഉണ്ട്, RSW. അപ്പോൾ ഇതിന് വയറിംഗ് ആണ് പ്രധാനം. വയറിംഗ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനൊരു അതിൻ്റെ കപ്ലർ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കപ്ലർ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 5, 2, 4, 6 വയറുണ്ട്. ഈ 6 വയറിൽ 2 കട്ടിയുള്ള വയറുണ്ട്, ഇത്തിരി വണ്ണം കൂടിയത്, ഗേജ് കൂടിയത്. അതിനകത്ത് ഇത് നമ്മൾ പവർ കൊടുക്കുകയാണ്. ഇതിൻ്റെ പോസിറ്റീവ് 12 വോൾട്ട് പോസിറ്റീവ് ഇതിനകത്ത് വന്നത്. ഇത് ഗ്രൗണ്ടാണ്, നെഗറ്റീവ് ലൈനാണ്. ഇത് ബോഡിയിലേക്ക് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം ഒരു വൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് വേണ്ട, കാരണം ഇത് ഡയഗ്നോസ്റ്റിംഗ് പോർട്ടാണ്. അതായത് ഇതിനകത്ത് തന്നെ വോൾട്ടേജ് നമുക്കിതും ഗ്രൗണ്ടും കൂടി മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൊഡ്യൂൾ വർക്കിംഗ് ആണോ അല്ലെന്ന് അറിയാനായിട്ടുള്ള ഒരു ലൈനാണ്. നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്ത എല്ലാവരും മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്തൊരു 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ വയലറ്റാണ് ശരി നമ്മൾ മീറ്ററിൽ നിന്ന് എടുക്കേണ്ട ലൈൻ ഇതാണ്. ഇവിടെയാണ് എല്ലാവർക്കും പ്രശ്നം പറ്റണത്. കാരണം ഇത് ഓട്ടോമാറ്റിക് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഇത് കട്ടാവാതൊരു പ്രശ്നം വരുന്നത് ഈ ഒരു ലൈൻ എടുക്കാണ്ടാണ്. അത് നമുക്ക് മീറ്ററിൽ നിന്ന് എടുക്കണം. അപ്പോൾ അത് മീറ്ററിൽ നിന്ന് എടുക്കാം. പിന്നെ സ്പീഡ് സെൻസാണിത്. ഇതാണ് RPM എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ RPM എടുക്കാനായിട്ടുള്ളത്. ഈ എഞ്ചിൻ RPM എടുക്കാനുള്ളത് നമ്മൾ ഇഗ്നീഷൻ കോയിലിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. നോയ്സ് സപ്രസർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ നിന്ന് എടുക്കും. ഇത് ഇഗ്നീഷൻ, അതായത് ഇതിന് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് ലൈനായിരിക്കും. അപ്പോൾ ഇത് വണ്ടി ഓൺ ചെയ്യുമ്പോൾ മാത്രം മൊഡ്യൂൾ ഓൺ ആവാനായിട്ടുള്ളൊരു സ്വിച്ചിങ് ലൈനാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ബോഡി എടുത്ത് കൊടുക്കണം. ഇത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് സെൻസാണ്. സ്പീഡാണ് കേട്ടോ, RPM മാറിപ്പോയതാണ്. സ്പീഡാണ് കൊടുക്കേണ്ട മീറ്ററിൽ നിന്ന് വന്നത്. ഇത് RPM എടുക്കാനായിട്ടുള്ളതാണ്. ഈ ഒരു ചന്ദന കളറും ഒന്നും അല്ലാത്തൊരു കളറ്. ഇത് ഇഗ്നീഷൻ. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കൊടുക്കാനായി തന്നെ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കോളം അങ്ങനെ എടുത്തിട്ട് നിലവിലുള്ള ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടേക്കാണ്. റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് അഴിച്ചു കാരണം ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് വയറിങ് മനസ്സിലാവാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ എടുക്കണമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്ത് കാണിച്ചു തരാം. അതാകുമ്പോൾ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതൊക്കെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവില്ല. അപ്പോൾ ഇത് നമ്മൾ അഴിച്ചു കുറച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് കോളം എടുത്ത് സെറ്റ് ചെയ്യാം. കോളം നോർമലായിട്ട് ദൂരി കളഞ്ഞിട്ട് മറ്റേ കോളം എടുത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതേ കോളം കയറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലോക്ക് കാര്യങ്ങളൊക്കെ പഴയ കോളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കയറ്റി വെക്കുകയാണ്. ഇത് വെറുതെ അങ്ങോട്ട് കയറ്റി നമ്മൾ വീഡിയോക്ക് ഇഷ്ടം പോലെ ഉണ്ട് കോൾ ഊരണയൊക്കെ. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി, കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കുള്ള വയറിംഗ് ആണ്. അപ്പോൾ വയറിംഗ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ പവർ വരുന്നത് നമുക്കൊരു ഫ്യൂസ് ചെയ്യണം. ഒരു 30 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂസ് കാരിയറിൽ ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്യൂസ് കാരിയറാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാം അതിൻ്റെ അകത്ത് തന്നെ. അതായത് ഇവിടെ 30 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ വയർ ഇതൊരെണ്ണം മെയിൻ ലൈനിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് കറണ്ട് ഫുൾ ടൈം വരുന്ന ലൈനായിരിക്കണം. അത് കാണിച്ചു തരാം. പിന്നെ അത് നേരെ മൊഡ്യൂളിലേക്ക് കുത്തുന്ന ലൈനിൻ്റെ ബ്ലാക്ക് പ്ലസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് നമുക്ക് ഇതുപോലെ ഞങ്ങൾ ഒരു ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ബോഡിയിലേക്ക് മുറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 3 വയറാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ 3 വയർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നീഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ബ്ലാക്ക് വൈറ്റിൽ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അത് നീളം കുറച്ച് മതി, കാരണം ഇഗ്നീഷൻ്റെ അടുത്തിലേക്ക് വരാൻ. പിന്നെ ഒരെണ്ണം വന്നത് RPM എടുക്കാനായിട്ടുള്ളത്. RPM എടുക്കാനുള്ളത് ഒരെണ്ണം വന്നിട്ട് ചന്ദന കളറിൽ അതേ കണ്ട RPM എടുക്കണം. അത് ഇത്തിരി നീളം വേണം, കാരണം നമ്മുടെ എഞ്ചിൻ ബേഡ് അവിടെ വരെ പോകാനുള്ളതാണ്. അപ്പോൾ അതിന് നീളത്തിലിട്ടുണ്ട്, ഏറ്റവും നീളം കൂടുതലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ സ്പീഡാണ്. സ്പീഡ് എടുക്കാനായിട്ട് നമ്മൾ മീറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നീളം കുറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് അവിടെ കൊണ്ട് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്ന് ടേപ്പ് ഇട്ട് വയ്ക്കാം, അത് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട്.
ഇത് വണ്ടിയിൽ കൊണ്ടുപോയി നമുക്കിത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ട് വേണം നമുക്കിതൊക്കെ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് ഇനി വണ്ടിയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് രീതികളൊന്ന് കാണിച്ചു തരാം. എവിടെ എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ കോളം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് അപ്പോൾ മൊഡ്യൂളിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വയറിങ് കറക്റ്റായിട്ട് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഒരു മെയിൻ ലൈൻ വരുന്നുണ്ട്. മെയിൻ ലൈൻ എടുക്കുന്നത് അപ്പോൾ ഫ്യൂസാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂസ് ഇവിടെ നമ്മളിങ്ങനെ കുത്താൻ പാകത്തിനാണ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിലൂടെ കുത്തി വയ്ക്കാനായിട്ടുള്ളൊരു ഓപ്ഷനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ചേർന്നിരുന്നോളൂ. ഇങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റും. കയറ്റി വെച്ചിട്ട് നമ്മൾ വയറിങ്ങൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് നമ്മളിത് നേരെ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പോയിട്ട് ഈ ബോഡി എർത്ത് ഇത് ഇവിടെ ആയിട്ട് കൊടുക്കും. ഈ ഒരു ലൈനിലേക്ക് കൊടുക്കും. ഇങ്ങനെ ഇത് നമ്മൾ ഇതിനായിട്ട് കറക്റ്റായിട്ട് ടേപ്പ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു മെയിൻ ലൈൻ ഉണ്ട്. അപ്പോൾ ഈ മെയിൻ ലൈൻ പവർ എടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നാണ് കണ്ടത്. ഇവിടെ ആൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ എന്താ ആവശ്യത്തിന് പവർ എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇട്ട് അങ്ങോട്ട് ക്ലിമ്പ് ചെയ്യും. ശരിക്കും ക്ലിമ്പിൻ്റെ ഉള്ളിൽ ക്ലിമ്പ് ചെയ്യണം വേണ്ടതിന് സ്ലീവ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതവിടെ കൊടുക്കണം. അപ്പോൾ അത് ആ ലൈനായി ഇട്ട് നമുക്കത് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഇഗ്നീഷനാണുള്ളത് ബ്ലാക്ക് വൈറ്റ്. അത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്കത് എടുത്തിട്ട് ഇവിടെ ലൈൻ ഊരിയിട്ടുണ്ട്. അതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിച്ചത്. ഈ ഒരു ബ്ലാക്ക് വൈറ്റിലേക്കാണ് പോണത്. ഇതിലേക്ക് നമുക്ക് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ നമുക്ക് സെൻസിങ് ഇതൊരെണ്ണം RPM നമ്മൾ നേരെ ഇതിൽ കൂടി എടുത്തിട്ട് മീറ്ററിലേക്ക് കൊടുക്കും. ഇതൊരെണ്ണം ഇതിലേ വളച്ചിട്ട് അതിൻ്റെ അകത്തേക്കും കൊടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്കിതൊന്ന് പ്രോപ്പറായിട്ടൊരു ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒന്ന് പിടിച്ചിട്ട് ഇത് ചുറ്റിയെടുക്കാം. ഒറ്റ ഇതായിട്ട് പോകും. അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. നമുക്ക് പിന്നെ വയർ ഇങ്ങനെ തൂങ്ങി കിടക്കുകയുമില്ല. അപ്പോൾ അത് എവിടം വരെയാണ് പോകേണ്ടതെന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ RPM എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മളിവിടെ കാണാൻ പറ്റും നോയ്സ് സപ്രസർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഈ ഒരു സാധനമുണ്ട് നോയ്സ് സപ്രസർ. അതിൻ്റെ ഈ ഒരു ചന്ദന കളർ പോലത്തെ ഒരു വയറുണ്ട്. അത് ഊരി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് സോൾഡർ ചെയ്ത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് അകത്ത് പോയിട്ട് ബാക്കി കണക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞവരെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിന് ഇതിപ്പോൾ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ടേപ്പൊക്കെ ചുറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറ്റി ഈ നോയ്സ് സപ്രസർ കുത്തിയാൽ മതി. അപ്പോൾ നമ്മളിത് ഇവിടെ പറഞ്ഞ പോലെ ഇത് സോൾഡർ ചെയ്ത് നമ്മൾ ഈ അതായത് RPM എടുക്കാനുള്ള വയർ ഈ ചന്ദന കളറിലേക്ക് സോൾഡർ ചെയ്തിട്ട് സപ്രസറിൻ്റെ അവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്രസർ ഇതാണ് കേട്ടോ. ഇതാണ് നോയ്സ് സപ്രസർ എന്ന് പറഞ്ഞ ഭാഗം. ഇത് ഇതിനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു സ്ക്രാപ്പിൽ പോയി എടുത്തിട്ട് വന്നതാണ്. നിങ്ങൾക്ക് എന്ത് വിലയുണ്ടെന്ന് അറിയില്ല. സപ്രസർ കുത്തണം നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഇതിവിടെ വെച്ച് ടാഗ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് ടാഗ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇവിടുത്തെ ലൈൻ. ഇനി അകത്തെ ലൈൻ ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിരിക്കുന്നത് മെയിനാണ്. അതായത് 12 വോൾട്ട് ഡയറക്റ്റ് പോസിറ്റീവ് ലൈനാണ്. അത് നമ്മൾ ഇഗ്നീഷൻ്റെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് മെയിൻ ലൈനിൽ അതായത് എപ്പോഴും കറണ്ട് വന്ന ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്യൂസ് വഴി കറന്നു തന്നെയാണ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 30 വാട്ട്സിൻ്റെ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക, ടൈറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഒരു ബ്ലാക്ക് വനുണ്ട്. അതായത് ബ്ലാക്ക് റെഡിലാണ് നമ്മൾ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. വെറും ബ്ലാക്ക് വനുണ്ട് വണ്ണുള്ളത്. അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഇത് ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്ന ബാക്കി ലൈനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചന്ദന കളർ പോലത്തെ ഒരു കളറുണ്ട്. ഒരു പ്രത്യേക കളറുണ്ട്. ഈ ഒരു കളർ നമ്മൾ നേരെ വണ്ടിയുടെ RPM എടുക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ RPM എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പുറത്ത് കൊണ്ടിട്ട് സപ്രസറിൽ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ പോലെ. പിന്നെ ഇതിനകത്ത് ഇത് നമ്മൾ ഇഗ്നീഷനിലേക്ക് കൊടുത്തിരിക്കുക. അതായത് ഇതെപ്പോഴും ഓണാവാൻ പാടില്ല. അപ്പോൾ ഓണാവാതിരിക്കാൻ നമ്മൾ ഇഗ്നീഷൻ ഫുൾ തിരിക്കും മാത്രം ഓണാവാൻ വേണ്ടിയിട്ട് നമ്മളത് നേരെ കൊണ്ടുവന്നിട്ട് ഇത് ഈ ലൈനിലേക്ക് കൊടുത്തേക്കാണ്. ഇതേണ്ട ഈ ഒരു ലൈനിലേക്ക്, അതായത് ഈ ബ്ലാക്ക് വൈറ്റ് ഒരു ലൈനുണ്ട്. അതിനകത്തേക്ക് സോൾഡർ ചെയ്ത് ഡയറക്റ്റ് കൊടുത്തേക്കാണ്. പിന്നെ ഇനിയുള്ളത് നമ്മൾ വണ്ടിയുടെ സ്പീഡ് സെൻസ് ചെയ്യാനായിട്ട് ഒരു വയറുണ്ട്. ആ സ്പീഡ് സെൻസ് വയലറ്റാണ്, വെറും വയലറ്റ് വൈറ്റ് ഉണ്ട്. അത് ഡയഗ്നോസ്റ്റിംഗ് പോർട്ടാണ്. അതും ഒരു മൈനസ് കൊണ്ട് കൊടുത്താൽ നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. അതായത് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്താൽ കിട്ടും എത്ര വോൾട്ടേജ് ഉണ്ട് അതറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പീഡ് സെൻസ്. അപ്പോൾ സ്പീഡ് സെൻസ് ഈ വണ്ടി കാർബറേറ്റർ ആയതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇല്ലാത്തവരെ നമ്മൾ ഒരു MPFയുടെ മീറ്റർ എടുത്തിട്ട് ആ മീറ്ററിൽ ഇവിടെ ഒരു ലൈനുണ്ട്. അതായത് RSW എന്ന് പറഞ്ഞ രീതിയുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഈ പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കുത്തുമ്പോൾ അത് കിട്ടില്ല. കാരണം നമ്മൾ അവിടെ ലൈൻ ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഈ RSW എന്ന് എഴുതിയത്. ഇതിൻ്റെ ഒരു ലൈൻ വന്നിട്ട് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഈ RSWയിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇതിന് പലരും ചെയ്യണത് ഇത് എടുക്കാനിട്ടില്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെറുതെ വെച്ചിട്ട് മീറ്ററിൽ ഇങ്ങനെ കൊടുത്തിരുന്നാൽ മതി. ഇതുണ്ടെങ്കിൽ മാത്രമാണ് വണ്ടിയുടെ ടോർക്ക് കുറയുള്ളൂ. അതായത് നമ്മൾ ഓട്ടത്തിൽ ഓടി വരുമ്പോൾ ടോർക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിവിടെ കറക്റ്റായിട്ടൊന്ന് കൊടുത്തിരുന്നാൽ മതി. ഇങ്ങനെ വെറുതെ മുറുക്കി വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.
ഇനിയിപ്പോൾ നമുക്കൊരു 60 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ 40 തൊട്ട് 60 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോർക്കിൻ്റെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതായത് പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ പ്രശ്നമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അറിയാൻ പറ്റും. വേണ്ട, ഇതിപ്പോൾ ചെറിയ സ്റ്റിയറിംഗ് ആണ്. ഇത് മറ്റേ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. എന്താ മോമോൻ്റെ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. കേട്ടോ, നമ്മളിങ്ങനെ ശരിക്കും ബലം പിടിക്കണം. നല്ലോണം ബലം പിടിച്ചാൽ പോലും തിരിയില്ല. അത്ര ടൈറ്റ് ഇരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ പവർ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിലുള്ള ഗുണം ഇതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കിക്കോട്ടെ. തിരിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഫ്രീ ആയി. ഇത് കണ്ടാൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ തിരിക്കാൻ പറ്റും. അത്ര ഫ്രീ ആവും പവർ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കാവുന്ന സാധനം നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ തിരിക്കാൻ പറ്റില്ല. കണ്ടത് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വെറുതെ ഇട്ട് കൈയിട്ട് തിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്താൽ തിരിയണില്ല. കണ്ടോ? അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചില്ല. സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഈ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ മാത്രം തിരിയാൻ കാണാൻ പറ്റും. വേണ്ട, അപ്പോൾ തിരിയുന്നുണ്ട്. വേണ്ട, നല്ല സ്മൂത്തായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാർബറേറ്റർ വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യേണ്ട രീതിയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഈ ഒരു സാധനം എടുക്കാണ്ട് ഒരു പ്രശ്നം മാത്രമാണ് ഈ കാർബറേറ്ററിൽ തന്നെ മീറ്റർ മാറ്റണം. ഇതാണ് പലരും എടുക്കാതെ നോർമലി സെറ്റ് ചെയ്ത് വണ്ടി ഓട്ടത്തിൽ ഇത് കട്ടാവുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറയേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് വണ്ടിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഏത് വണ്ടിയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേറെ വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ.